ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്ത് പുക്കാട്ടുപടി പെരുമ്പാവൂർ ബസ് റോഡിൽ നിന്നും ഏകദേശം 400 മീറ്റർ മാത്രം അകലെയായി 3.25 സെൻറ്റ് സ്ഥലവും 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന 1600 സ്ക്വയർ ഫീറ്റുള്ള 55 ലക്ഷം രൂപ ഓണർ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിൽ കിടക്കാം. ഇവിടെ നമുക്ക് ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റാണ്. ഇവിടെ നല്ല CNC കട്ടിങ്ങളായിട്ടുള്ള ഡിസൈനുകളൊക്കെ നൽകി നല്ല ഭംഗിയാക്കി ഗേറ്റ് ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല 2 വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർപോർട്സിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെ കവേർഡ് ആയിട്ടുള്ള കാർപോർട്സ് ഇവിടെയും, കൂടാതെ നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റി 1-2 വാഹനം കൂടി നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റി പാർക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമുക്കിവിടെ നൽകിയിരിക്കുന്നു. ഇപ്പോൾ കാർപോറേഷനുള്ള പ്രൊവിഷൻ്റെ അടിയിൽ നൽകിയിരിക്കുന്ന കട്ടകളാണ്, ഇൻ്റർലോക്ക് കട്ടകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ജലലഭ്യതയ്ക്കായിട്ട് വരുന്നത് നല്ല വറ്റാത്ത കിണറാണ് ഇവിടെ വരുന്നത്. അത് നമുക്ക് വടക്കേ കിഴക്കേ മൂലയിലേക്ക് മാറ്റി നമുക്കിവിടെ നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ട് ഇവിടെ മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. ഇത് സിറ്റ് ഔട്ടിന് നൽകിയിരിക്കുന്ന ടൈലുകളാണ് ഇവിടെ സിറ്റ് ഔട്ടിന് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്കിവിടെ ഡോർ വരുന്നത് ഡബിൾ പാളിയിൽ തീർത്ത ഡോറാണ് വരുന്നത്. അത് തേക്ക് മരത്തിലാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല ഡിസൈനിലാണ് ഈ ഡോറുകൾ ഇവിടെ നൽകിയിരിക്കുന്നത്. ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ഡൈനിങ്ങും ലിവിങ് സ്പേസ് കൂടി ഒരുമിച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു L ഷേപ്പിലാണ് നമുക്കിവിടെ ഡൈനിങ്ങിനും ലിവിങ്ങിനുള്ള സ്പേസുകൾ നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. 4-5 പേർക്ക് ഇരുന്ന് ഈസിയായി ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല ഡൈനിങ്ങിനോട് ചേർത്ത് സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു കിച്ചണിലേക്കാണ്. കിച്ചൺ നമുക്കിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കിച്ചൺ നമുക്ക് അത്യാവശ്യം നല്ല കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. താഴെയും മുകളിലുമായിട്ട് 3 സ്റ്റെപ്പായിട്ടാണ് ഇവിടെ കബോർഡിൻ്റെ വർക്കുകളൊക്കെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ ഇവിടെ ഫുൾ കവേർഡ് ആയിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വർക്ക് ഏരിയയിൽ നമ്മുടെ സിങ്കോ പ്രൊവിഷനോ കാര്യങ്ങളൊന്നും ഇവിടെ നൽകിയിട്ടില്ല. പക്ഷേ ഫുൾ കവേർഡായിട്ട് നമുക്ക് നല്ല ബാക്കിൽ നല്ലൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്ക് ഈ വീടിന് ലഭ്യമായിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ 2 ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. താഴെ 2 ബെഡ്റൂമാണെങ്കിലും നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂം നല്ല അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂം മീഡിയം വലുപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റിയൊരു ചെറിയ വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ ലഭ്യമാണ്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും മീഡിയം വലുപ്പത്തിലുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി നല്ല മൾട്ടിവുഡിനടുത്തെടുത്ത അത്യാവശ്യം നല്ല കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം മീഡിയം വലുപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല കളർ കോമ്പിനേഷനിലുള്ള ടൈലുകളൊക്കെ നല്ല നൽകിയിട്ടുണ്ട്. കൂടാതെ സൈഡിലേക്ക് മാറി ഒരു വാഷ് ബേസിനും നമുക്കിവിടെ ലഭ്യമാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമുക്കിവിടെ സ്റ്റെപ്പുകൾ വരുന്നത്. സ്റ്റെപ്പിന് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹാൻഡ് റെയിലിന് നല്ല ഗ്ലാസും സ്റ്റീലുമാണ് ഇവിടെ നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ മീഡിയം വലുപ്പത്തിലുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഫാൾസിലും വർക്കുകളും അപ്പർ ലിവിങ് ഏരിയയിൽ നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. നമുക്കിനി മുകളിലെ നിലയിലുള്ള ബെഡ്റൂമിലേക്ക് പോകാം. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. എന്നാലും നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല രീതിയിലുള്ള ഫാൾസിലും വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ ഈ വീടിന് ലഭ്യമായിട്ടുണ്ട്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം മീഡിയം വലുപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഒരു ചെറിയ വാഷ് ബേസിനും കൂടി ഈ ബെഡ്റൂമിനും നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം മീഡിയം വലുപ്പമുള്ള ബെഡ്റൂമാണ് ഈ ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഫാൾസിലും വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു.
ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. നല്ല കളർ ടൈലുകളൊക്കെ കണ്ടറിയാൻ നല്ല കോമ്പിനേഷനായിട്ട് നല്ല ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഒരു വാഷ് ബേസിനും കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. അവിടെ സൈഡിലേക്ക് മാറി വാഷ് ബേസിൻ ഒക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നു. അതും യൂട്ടിലിറ്റി സ്പേസും നല്ല കവേർഡ് ആയിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഡ്രസ് വർക്കുകളൊക്കെ ഫുൾ ലെങ്ത്തിൽ വീട് ഫുള്ള് കവേർഡ് ആയിട്ടുള്ള നല്ല ഡ്രസ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നമുക്ക് തുണിയൊക്കെ ഉണക്കാനോ കാര്യങ്ങൾക്കോ എന്തെങ്കിലും ഇരുന്ന് ട്യൂഷനൊക്കെ പഠിപ്പിക്കാവുന്ന രീതിയിൽ കുട്ടികൾക്ക് ട്യൂഷനൊക്കെ പഠിപ്പിക്കാവുന്ന രീതിയിൽ ഇരിക്കാവുന്ന രീതിയിലാണ് ഇവിടെ മുകളിൽ ഷീറ്റ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി നല്ല വിഡ്ത്തിലും ലെങ്ത്തിലും ഒക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാൽക്കണിക്ക് ഡിസൈൻ നൽകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസ്സും ഒക്കെയാണ് നമുക്കിവിടെ ഫ്രണ്ടിലായിട്ട് നൽകിയിരിക്കുന്നത്. കൂടാതെ ബാൽക്കണിയിലും നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. 3,700 സെൻറ്റ് ലാൻഡും 1,600 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 55 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. ഈ പ്രോപ്പർട്ടിക്ക് നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.